ഞാൻ വന്ന് നിന്നെ വെറുപ്പിക്കാൻ തുടങ്ങി. വെറുക്കണല്ലോ എന്താന്നുള്ളത് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറപ്പിച്ച് ചിറകൊക്കെ വെട്ടി വലിച്ചു നിർത്തി പ്രാവണല്ലേ. തുടങ്ങല്ലേ അവരുടെ ലൈറ്റ് വെക്കണം. മഴ തന്നെയാണ്. ഇന്ന് മഴക്കൊരു ഒഴിവില്ല. അല്ല റജിഷ്ക, ഒരു സംശയം ചേട്ടാ, പ്രാവളിനെ മഴ പെയ്യുമ്പോ മഴയത്ത് വിടാൻ പാടും? നല്ല മഴ പെയ്യുമ്പോ ഒട്ടും മഴല്ലേ. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന് മുന്നത്തെ പ്രാവശ്യം നമ്മള് ലാസ്റ്റ് ടൂർണമെന്റ് വിടുമ്പോ ഹെവി മഴ. അപ്പൊ 6 മണിക്ക് 3 മിനിറ്റ് ബാലൻസ് ബാക്കിയുള്ളൂ. 6 മണി ആവാൻ പോവാണ്. അപ്പൊ റഫറി പറഞ്ഞു, ഞാൻ റഫറിയോട് ചോദിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിടാല്ലേ പറഞ്ഞു. റഫറി നമ്മളോട് പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിടാം, പക്ഷെ 7:30 പ്രാവ് ഇരുന്ന് കഴിഞ്ഞാല് എൻ്റെ 5 മിനിറ്റ് കട്ടാക്കിയിട്ടാണ് ടൈം കൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബിൽഡിങ്ങിന്റെ താഴത്താണ് നിൽക്കണേ. നമ്മള് മേലക്കോട്ടി ഡോറ് തുറന്ന് പ്രാവിന് എടുക്കണേ. 6 മണിക്ക് 1 മിനിറ്റ് മുന്നേ പ്രാവിന് വിട്ടുന്നത് കട്ട മഴയത്താണ്. വിട്ട് പ്രാവ് ഒരു 2 റൗണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പിന്നെ കട്ടിങ്ങിന് പോയി നിൽക്കുന്നത്. പൊള്ളിച്ചടിക്കാന്ന ടൂർണമെന്റ് ഓവറാണ്. 14 മണിക്കൂർ ഓവർ. അത് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് മഴയത്ത് നമുക്ക് പറക്കുന്ന നമുക്ക് ഉറപ്പുള്ള പ്രാവ്. ഞാൻ ചോദിക്കണത്, പുതിയൊരു പ്രാവിനെ വിടുമ്പോ നമുക്ക് മഴയത്ത് എടുത്ത് നല്ല കട്ട മഴയത്ത് എടുത്ത് വിടാൻ പാടുമെന്ന് ചോദിക്കണം. അതറിയാൻ വേണ്ടിട്ടാണ്. പ്രാവിനെ കട്ട മഴയത്ത് വിടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു എന്താ ചെയ്യുക, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും റെഡി ആക്കണം. ഫസ്റ്റ് പ്രാവിനെ ആ മഴ വരുമ്പോ അതിന്റെ ഫെദർ ക്ലിയർ ആക്കണം. ആദ്യം നമ്മൾ കൊഴിച്ചിലുണ്ടാകാൻ പാടില്ല. ഫെദർ ക്ലിയർ ആണോ പവർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം പ്രാവിനെ കയറ്റി. നമ്മളിപ്പോ 2 വിട്ടത് പ്രാവശ്യത്തെ ഫസ്റ്റത്തെ മഴയാണ് ഈ പ്രാവണ 2 പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഫസ്റ്റ് മഴയാണല്ലേ. നമുക്കറിയാം പ്രാവളുടെ ഫെദർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാവിന് വെയ്യാന്നുണ്ടെങ്കിൽ വെട്ട് കാണിച്ച് പ്രാവൾക്ക് ഇങ്ങോട്ട് തട്ടി വരാൻ പറ്റും. മറ്റേ തട്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കിട്ടിയെടുത്ത് വീഴും പ്രാവ്. ഇത് ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പൊ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് ഈ നേരത്തെ വിട്ടത്. ഓക്കെ, മഴയത്തെടുത്ത് വിടണം എന്നാണ് പറയണത്. മഴയത്തെടുത്ത് വിടണം. മഴയത്ത് വിടാൻ മടിയുള്ള ഒരു കട്ട മഴയത്ത് എടുത്തിട്ട് നെറ്റ് ഇടണം. മഴ കൊള്ളിക്കണം പ്രാവിനെ. അതാണ് അറിയാൻ വേണ്ടി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പ്രാവള കാറ്റും പിടിച്ച പ്രാവളാണ്. മഴ മാത്രല്ല പ്രശ്നം. ഇതിപ്പോ സ്റ്റില്ല് മഴയാണ്. മഴ അങ്ങോട്ട് കാണാം. വെള്ളത്തിലേക്ക് വീഴുമ്പോ അറിയാം ഇങ്ങനെ ചാറ്റൽ മഴയാണ്. എന്നാ വെള്ളം ഉള്ള മഴയാണ് അല്ലേ. ഇത് സ്റ്റില്ല് മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കണം. പക്ഷെ കാറ്റിങ്ങനെ വലിയ അടിക്കുമ്പോൾ അതിനെ എതിര് പറക്കാണ് കൂടുതൽ പ്രാവള് ചെയ്യുക. അപ്പൊ അത് തരണം ചെയ്ത് പറന്ന പ്രാവളാണ്. ഇവരുടെ ധൈര്യത്തിൽ വിടാൻ നമുക്ക് ഏത് ടൈമിൽ. അങ്ങനത്തെ അല്ലാത്ത പ്രാവുകളിനെ കാറ്റില്ലാത്ത ടൈമിൽ ഇതുപോലെ സ്റ്റില്ല് മഴയത്ത് വിടുക. സ്റ്റില്ല് മഴയത്ത് ഇങ്ങനത്തെ ചെറിയ മഴയത്ത് വിടുക അല്ലേ. മഴ മാത്രം പറപ്പിച്ചിട്ട് ഇറക്കുക. പിന്നെ കാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവർ പിടിക്കും. പറവകളല്ലേ അവര് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അവർ ചെയ്യും. പിന്നെ അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട്. നമ്മള് 10% പഠിപ്പിച്ചു കൊടുത്ത 90% അവരുടെ കഴിവാണ്. അതിലാണ് പ്രാവള് പടക്കണല്ലേ. അപ്പൊ കൊഴിച്ചിലൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. കൊഴിച്ചിൽ ഉണ്ടായില്ലേ, അതിപ്പോ ഒരു പുതിയ വളർത്താനായി എങ്ങനെ കൊഴിച്ചിലുണ്ടെങ്കിൽ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് പ്രാവിന് മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഫെദർ ഇങ്ങനെ കാണാം ശരിക്കും. പക്ഷെ കൊഴിച്ചില് കാണൂലേ പ്രാവിന്. പ്രാവ് ഒരു മടിയൊക്കെ കാണിക്കണ്ടാവും പ്രാവ് പറപ്പിക്കുമ്പോ. ആ മടിയുള്ളവർ എന്ത് വിചാരിക്കുക, പ്രാവ് പറക്കൂല എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ആ പ്രാവിനെടുത്ത് വിടുമ്പോണ്ടാവും പ്രാവ് ഇവരുടെ അടുത്ത് പറന്ന് നിൽക്കുന്ന പ്രാവിനേക്കാളും കൂടുതൽ പറക്കണം. അത് കൊഴിച്ചില് മാറി കഴിഞ്ഞാൽ പ്രാവിന് പിന്നെ കൊഴിച്ചിലുണ്ട് ആൾക്ക് ഒരു അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്താ ചെയ്യാ? പെട്ടെന്ന് മനസ്സിലാക്കാൻ സിംഗിൾ കൂട്ടിലിടുക, അതിന് നിരീക്ഷിക്കുക. പിറ്റത്തെ ദിവസം പോയി നോക്കുമ്പോണ്ടാവും അതില് 5-6 തൂവലെങ്കിലും മിനിമം കൊഴിഞ്ഞിട്ടുണ്ടാവൂല. പ്രാവിന്റെ മേലെ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ടൈം കയറ്റി വിടാതിരിക്കുക. ചെറിയ റാവൽസ് ഓട്ടം കൊടുത്ത് നിർത്തുക പ്രാവിനെ. അപ്പോൾ ഇങ്ങനെ കൊഴിയും. പിന്നെ കൊഴിയുള്ള ചില ഒന്നുകൂടി സ്പീഡിൽ കൊഴിയുള്ള ചില പൊടിക്കൈകളുണ്ട്. അത് കൊടുത്തിട്ട് പ്രാവിന്റെ ഫെദർ അങ്ങോട്ട് കൊഴിച്ചെടുക്കുക ഫുള്ളായിട്ട്. അത് വലിച്ചു വിട്ട പ്രാവിനെ എത്ര ദിവസം റെസ്റ്റ് ഉണ്ട്? അപ്പോ
അതായത് വേഗം കൊഴിച്ചിട്ട് പൊടിക്കൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊഴിയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രാവിനെ വല്ലാണ്ട് ഇളക്കണ്ട. പ്രാവിന് തുറന്നു വിടുക. നമ്മുടെ കളത്തിൽ തുറന്നു വിട്ടിട്ട് പ്രാവിനെ ഇങ്ങനെ നിർത്തിയിട്ട് പ്രാവ് കൂട്ടിക്ക് അടിക്കുക, അങ്ങോട്ട് അടിക്കുക, ഇങ്ങോട്ട് അടിക്കുക. പ്രാവിന്റെ ഒരു നൈസായിട്ടുള്ള നടത്തണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതി. പറവ കൊടുക്കരുത്, അത്ര അധികം തൊലി കൊഴിഞ്ഞു പോകും ആ പൊടിക്കൈ ചെയ്ത് കഴിഞ്ഞാൽ. സാധാരണ പിടിച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കൊടുക്കുന്ന, നമ്മളൊക്കെ കഴിക്കുന്ന ഒരു ഇതാണ്. അത് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഫെദർ കൂടുതൽ കൊഴിയും, ചളിയുള്ളതാണ് പോകും. പിന്നെ മഴ കൂടും. പിന്നെ അതിൽ നിന്ന് പവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫെദർ വന്നു കഴിഞ്ഞാൽ ഒരു മഴയും ഒരു വെയിലും ഒരു പ്രശ്നമില്ല. പ്രാവ് വെയിൽ തീരെ പ്രശ്നമില്ല ഉണ്ടാവും. അത്ര പ്രാവ് സോഫ്റ്റ് ആവും പറവ. അങ്ങനെ ആക്കിയെടുക്കണം അല്ലേ? പൂവന്മാര് ഉണ്ടല്ലേ, ഇത് ഫസ്റ്റ് പറയണ മഴയത്തില്ലേ? ഓക്കെ. അപ്പൊ പ്രാവിനെ കൊഴിച്ചിലുള്ള പ്രാവിനെ പിടിച്ചാലറിയില്ലേ നമുക്ക്? പിടിച്ചാലറിയും. പിടിച്ചിട്ട് ഇങ്ങനെ മേലെ ഞാൻ അവിടെ പ്രാവിനെ കാണിച്ചാലാണ്. ഓക്കെ. ഈ പ്രാവിനെ കണ്ടു കഴിഞ്ഞാല് കൊഴിച്ചിലുള്ളതാണോ ഇല്ലാത്തതാണോ ആർക്കും അറിയില്ല. ഇതിന്റെ പ്രാവിന് ഇങ്ങനെ തൊടുക, ഇങ്ങനെ തൊടുമ്പോ ഉണ്ടാവും ഇതിന്റെ മേലെ ഒരു ഇടുപ്പിടുപ്പ് ഇങ്ങനെ കാണാം. അതായത് ഈ തൂലില്ലേ കൊഴിഞ്ഞിട്ട് വരുമ്പോ ഒരു മുള പൊട്ടണ ഇതില്ല. പിന്നെ കൊഴിഞ്ഞ പ്രാവുണ്ടല്ലോ, കൊഴിഞ്ഞ പ്രാവ്, മേൽപ്പറവുള്ള പ്രാവുകള് കൊഴിച്ചില് കാൽഭാഗം ഈ 25% കൊഴിച്ചില് ഹൈറ്റ് പറക്കും. കട്ടിലിന് 1 ഇഞ്ച് കനത്തിലേക്ക് മേലെ പോയി പറക്കണവർക്ക് ആ കൊഴിച്ചില് ബാധകല്ല കേട്ടാ. അത് വേണമെങ്കിൽ പറയാം. അതിൽ പെട്ടൊരു പ്രാവാണിത്. നല്ല ഹൈറ്റില് നല്ല വലിച്ചില നടക്കുക. ഈ പ്രാവിന് നമ്മളിപ്പോഴും വിടുന്നില്ല നീ. പക്ഷെ ഈ പ്രാവിന് കൊഴിച്ചിട്ടുണ്ട്. ഇതാണ്ട ഇതാ വേണ്ട ഫെദർ കൊഴിഞ്ഞ്. ഇത് അറിയണം എങ്ങനെയാണെന്ന്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വെക്കുമ്പോൾ തടയും. അപ്പൊ ഒന്ന് മാറ്റി നോക്കുക. അപ്പൊ ഇതാണ്ടില്ലേ ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്. ഇതിങ്ങനെ മറിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാല് ഇവിടെ തടയുമ്പോ അതിങ്ങനെ ഒന്ന് മാറ്റി നോക്കുക. അപ്പൊ മുള പൊട്ടിക്കും. അപ്പൊ പിന്നെ നമ്മള് പ്രാവിനെ പിടിച്ച നമ്മളെ കയ്യില് തൂലുകൾ ഇങ്ങനെ പോരുണ്ടെങ്കിൽ അപ്പൊ വേഗം മനസ്സിലാക്കാതെ അപ്പൊ അതിന് അധികം കളിക്കാണ്ടിരിക്കുക, അറിഞ്ഞു കളിക്കുക അല്ലെ? ഈ പ്രാവ് നല്ല ഹൈറ്റില് നല്ല ഇതിൽ പറക്കണം. ഇത് 25% എന്താണ് കൊഴിച്ചിലുണ്ടെങ്കിൽ പ്രാവിന് പ്രശ്നമില്ല. അര തട്ടിൽ നിന്ന് പറക്കുന്ന പ്രാവുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. താഴ്പറവയില് തീരെ പറക്കില്ല പ്രാവ് കൊഴിച്ചില് വന്നു കഴിഞ്ഞാൽ. നമ്മുടെ ഇട്ടാ ഈ പറക്കുന്ന പ്രാവുകൾ പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് വിഷയമുള്ള. ടൂർണമെന്റിൽ പറഞ്ഞ് പ്രൈസ് അടിച്ചവരുണ്ടാവും. നമ്മളെ തന്നെ ടൂർണമെന്റിൽ കൊഴിച്ചില് വന്നിട്ട് പ്രാവ് പറഞ്ഞില്ലേ? ഇത് നല്ല പ്രാവാണ്, നല്ല ഹൈറ്റ് പറക്കുന്ന പ്രാവാണ്. ഇതിന്റെ കണ്ണിന്റെ പാറ്റേൺ ഒക്കെ നോക്ക്, കണ്ണിന്റെ പിരി നോക്ക്. ഇതൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ പറപ്പിച്ച് നിർത്തിയ പ്രാവല്ലത്. അത്ര തന്നെ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ കണ്ണിന്റെ പാറ്റേണും അതിന്റെ റിംഗ് ഒക്കെ കണ്ടില്ലേ? നല്ല ഹൈറ്റിൽ പറക്കുന്ന പ്രാവാണ്, നല്ല നടന്നു പറയും. പക്ഷെ ഇതിപ്പോ ടൂർണമെന്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് വീട്ടൊക്കെ ചെറിയൊരു ടൂർണമെന്റിലേക്ക് വീട്ട് പ്രൈസിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരു പ്രാവ് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ? ഓക്കെ. അപ്പൊ കൊഴിച്ചലിന്റെ ഇതിനുള്ളതാണ് ഇപ്പൊ നമ്മള് പറഞ്ഞല്ലേ. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമുക്ക് പിന്നെ മഴ പ്രാവ് ടൂർണമെന്റ് വിടുന്നവർക്ക് മഴയത്ത് വിടണം. പ്രാവ് ക്ലിയർ ആയിരിക്കണം. ഇത് രണ്ടുണ്ടെങ്കിൽ മഴയും പ്രാവ് ക്ലിയർ ആകണമെങ്കിൽ ഈ കൊഴിച്ചിലുണ്ടല്ലോ പ്രത്യേക പ്രശ്നമാണ്, വില്ലനാണ്. അതായത് അത് ഫുഡ് ഓവറായി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൊഴിച്ചിലടിക്കും. ഫുഡ് ഓവറാകുന്നതിന്റെ പ്രശ്നമാണ്. നമ്മൾ ഈ ചിറക് വലിച്ചിട്ടല്ലോ, വെട്ടി വലിക്കുന്ന ടൈമിലുണ്ടല്ലോ, വെട്ടി വലിച്ച് നമ്മൾ ഒരു 4 ഭാഗം ചിറക് വരുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ സാധനം കൊടുക്കും. അതെന്താന്നുള്ളത് അറിയണമെങ്കിൽ സിനൂപ്പിന് അറിയണം എന്നുള്ളൊരു സിനൂപ്പിന് ഫോണിൽ വിളിക്കുക. ഓൻ പറഞ്ഞിട്ട് ഞാൻ അവനക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഓൻ പറഞ്ഞിരുന്നത് അറിയണം എന്നുള്ളത്. അപ്പോൾ ആ സാധനം കൊടുക്കുക. ചിറക് 4 ഭാഗം ആയി കഴിഞ്ഞാൽ കൊടുത്തോണ്ടിരിക്കുക. ഫുള്ള് മുട്ടുമ്പോഴത്തിന് എന്താണ് ഫുള്ള് മുട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ മഴ വന്നിട്ട് മഴയത്ത് ഫുൾ ഡേ മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രാവിന് മേത്ത് ഒരു തുള്ളി വെള്ളം നിൽക്കില്ല. ഗ്യാരണ്ടിയാണ്. എനിക്ക് അനുഭവമുള്ള ആളാണ്. കുറച്ച് കാലം എന്നല്ല നമ്മൾ ചെയ്തെടുത്തോളം അനുഭവമുള്ള ആളാണ്. അപ്പം അതിന് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കൊഴിയാൻ തുടങ്ങി കഴിഞ്ഞാൽ 10-20 ദിവസം എന്തായാലും നിങ്ങളെ നിർത്തിക്കും പ്രാവ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കളിക്കണം എന്നുള്ളവർ ഇതിൻ്റെ മുന്നേ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ വീഡിയോ ഇടാനും നേരം വഴി. അപ്പോൾ അടുത്ത പ്രാവശ്യത്തിരിക്കുവാണെങ്കിൽ സെമിനോട് ചോദിക്കുക, സെമിനോട് കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കിയിട്ട് വിളിക്കുക. അറിയണവർ വിളിക്കരുത്, കളിയാക്കാൻ വേണ്ടി വിളിക്കരുത്.
കളിയാക്കണ ഒരു വിളിച്ചോളിയും കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ പവറാവും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഇത് ഡീൽ ചെയ്യല്ലേ? കുട്ടികളൊക്കെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകണം. എനിക്ക് പണിക്കും പോകണം. ഓക്കെ. എന്തായി നല്ല വേദനിച്ചിട്ടുണ്ട്. വേദനിച്ചിട്ടില്ലേ? കല്ലല്ലേ, ആ 10ാം കല്ല് 9ാം കല്ലൊക്കെ നല്ല ചോരുണ്ട്. ഫസ്റ്റ് പറവാണ്. ചിറക് മുട്ടിയിട്ടില്ല അല്ലേ? ചിറക് മുട്ടിച്ചിട്ടില്ല. വലിച്ചിട്ട് ഒപ്പിച്ചിട്ട് ചിറക് മുട്ടിയിട്ടില്ല അല്ലേ? ഫസ്റ്റ് പറവാണ്. പ്രാവളിലെ ഇരിക്കണ നോക്കി കത്തിച്ചിട്ട് ഉന്നം പാടിക്കണ രണ്ട്.